അന്നത്തെ ദിവസം രാത്രിയാക്കുമ്പോഴത്തേക്ക് സൺവുവും ജെയിനെ കുറിച്ച് ഓർക്കുന്നു. ജെയോൺ കൊടുത്തിട്ടുണ്ടായിരുന്ന 2 ബ്രേസ്ലെറ്റ് ഒക്കെ അവന്റെ കയ്യിലും കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളെ കുറിച്ച് ഓർക്കുന്ന അവനും നേരെ അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കും എത്തുകയാണ്. അവനും അവളെ കണ്ട് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും കാര്യങ്ങൾ പറയണമല്ലോ. അങ്ങനെ അവൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്ലാന്റിനെ എങ്ങനെയൊക്കെ നോക്കണമെന്നുള്ള രീതിക്ക് കുറച്ച് ടിപ്സ് ഒക്കെ ആയിരുന്നു അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അവൻ യഥാർത്ഥത്തിൽ അവിടെ വന്നത് അതിനുവേണ്ടി അല്ല എന്ന കാര്യം അവൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാകുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ അവർ സംസാരിച്ചു നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു ഡയറക്ടർ അതുവഴിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഡയറക്ടറിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവളും അവനെ പിടിച്ച് അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു. ഈ ഒരു സമയത്ത് അവളും അവന്റെ ഷർട്ടിന്റെ കൈയിലേക്കായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. സോ കയ്യും ചെറുതായിട്ടൊന്ന് കീറി പോവുകയാണ്. അവളും പിന്നീട് അത് ശ്രദ്ധിക്കുന്നു. നീ എന്തിനാണ് വീണ്ടും എന്നെ അന്വേഷിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നെന്നുള്ള രീതിക്ക് അവൾ അവനോടായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അവനും അവളെ ഹഗ് ചെയ്യുകയാണ്. അങ്ങനെ ഹഗ് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നതിൽ നിന്നും ഒരു ബ്രേസ്ലെറ്റ് താഴേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ അവരിനി കാണുകയില്ല എന്നൊരു തോന്നലായിരുന്നു അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവസാനമായിട്ടൊരു ഗുഡ് ബൈ പറയുവാനായിട്ട് എത്തിയതായിരുന്നു അവനും. ആ ഒരു രീതിക്ക് തന്നെയായിരുന്നു അവൻ ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഇരിക്കെ ഇനി നമ്മൾ കാണുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോകുവാനായിട്ട് നോക്കുന്ന സമയത്ത് അവളും നിനക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് ഒരു നേരത്തെ ഫുഡും കുറച്ച് ഡ്രിങ്ക്സും ഒക്കെ മേടിച്ച് തരാമോ എന്ന് അവനോടായിട്ടും ചോദിക്കുന്നു. അതായത് അവൻ ഇപ്പോൾ ഓടി വന്ന സമയത്ത് അവൻ പാർട്ട് ടൈം ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഏപ്രിനൊന്നും ആഴ്ച പോലും വെക്കാതെയായിരുന്നു അവൻ എത്തിയിട്ടുണ്ടായിരുന്നതും. അത് കണ്ടതുകൊണ്ടാണ് അവൻ ഇതുപോലെ റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവളും അവൻ വർക്ക് ചെയ്യുന്ന അതേ റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന രീതിക്ക് ഇപ്പോൾ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ വേണമെന്നും പറയുന്നത്. സോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ജയോണ്ണും ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സണുവിന്റെ ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. വഴിയിൽ കുറച്ച് ഫ്ലവേഴ്സ് കാണുന്ന സണുവു ആകട്ടെ ആ ഒരു ഫ്ലവേഴ്സ് ജയോൺ ഒരുപാട് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അവൾക്കും അതൊന്നും തന്നെ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്ലവേഴ്സ് ഞാൻ മേടിച്ചതായിട്ട് ഓർക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് അവർ ഒന്നിച്ച് നടക്കുന്നു. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കും കാണിക്കുകയാണ്. ഈ ഒരു ഫ്ലാഷ് ബാക്കിൽ ജയോൺ തന്നെ ആ ഒരു ഫ്ലവേഴ്സ് മേടിക്കുന്നതായിട്ടും കാണിക്കുന്നു. കൂടാതെ സണുവ് വീട്ടിലെത്തുന്ന സമയത്ത് അവന്റെ അച്ഛനും അവനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അവൻ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അച്ഛന്റെ കൂടെ അച്ഛന്റെ ഗേൾഫ്രണ്ടിന്റെ മകളുണ്ട്. അവൾക്ക് 4 വയസ്സ് മാത്രമാണ് പ്രായം. കൂടാതെ ആ ഒരു ഗേൾഫ്രണ്ട് അച്ഛനെ ഉപേക്ഷിച്ച് പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ അവൾ എവിടെയാണെന്നുള്ള കാര്യം ഒന്നും തന്നെ തനിക്ക് അറിയിക്കയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടീനെ കൂടി സണുവിനെ ഏൽപ്പിക്കുവാനായിട്ടായിരുന്നു അച്ഛൻ എത്തിയത്. അവളുടെ പേര് നൂറി എന്നായിരുന്നു. അങ്ങനെയിരിക്കെ സണുവും തന്റെ അനിയത്തിയായിട്ട് തന്നെ അവളെ കാണുവാനായിട്ടും തുടങ്ങി. അവൾക്ക് വേണ്ടി കുക്ക് ചെയ്യുകയും അവളുടെ കയ്യിലുണ്ടായിരുന്ന ബുക്കൊക്കെ എടുത്ത് നോക്കുകയും ചെയ്യുന്ന സമയത്ത് സണുവും വളരെയധികം ഹൊറിഫിക് ആയിട്ടുള്ള ബുക്കൊക്കെയാണ് അവളുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കുകയാണ്. സോ ഇനി മുതൽ ആ ഒരു ബുക്ക് എടുക്കേണ്ട എന്നും അവൻ പറയുന്നു. കൂടാതെ അവളെ അക്ഷരങ്ങളൊക്കെ എഴുതുവാനായിട്ട് പഠിപ്പിക്കുന്നതും അവനാണ്. അവനും കുട്ടികളുടെ ബുക്കൊക്കെ വിൽക്കുന്നിടത്ത് എത്തിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുക്കുകൾ മേടിക്കുകയും രാത്രി ആകുമ്പോഴത്തേക്കും ആ ബുക്കുകളിലെ കഥകളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്ത് അവളെ ഉറക്കുകയും ചെയ്യുവാനായിട്ട് തുടങ്ങി. കൂടാതെ അവൻ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓരോയിടത്ത് എത്തുമ്പോഴും അവൻ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമെല്ലാം തന്നെ ഇതുപോലത്തെ ബുക്സ് ഒക്കെ വായിച്ചായിരുന്നു തീർത്തിട്ടുണ്ടായിരുന്നത്. സൺവുവും ഒരു ദിവസം വീട്ടിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും സൺവുവിന്റെ അച്ഛൻ പണം മേടിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ പണം തിരികെ മേടിക്കുവാനായിട്ട് അവന്റെ വീടിന് മുമ്പിലും കാത്തു നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് അച്ഛൻ എത്താത്തത് കൊണ്ട് തന്നെ ആ ഒരു പണം ഒന്നും തന്നെ ഒരിക്കലും തിരികെ കിട്ടുവാനായിട്ട് പോകുന്നില്ല എന്ന കാര്യം അവർക്ക് നന്നായി തന്നെ അറിയാം. എങ്കിൽ പോലും സൺവുവിനായിരുന്നു അച്ഛൻ കാരണം കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അടുത്തതായിട്ട് സോക്ചുനെ കാണിക്കുകയാണ്. സോക്ചുവിന്റെ അമ്മ വളരെയധികം കാശുകാരിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സണുവിന്റെ അച്ഛൻ സോക്ചുവിന്റെ അമ്മനെ വിവാഹം കഴിക്കുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുവാനായിട്ടായിരുന്നു സോക്ചു സണുവിനെ കാണുവാനായിട്ട് എത്തിയതെങ്കിൽ പോലും ഇപ്പോൾ സണുവിനും കൂടുതൽ സംസാരിക്കുവാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് തന്റെ അച്ഛനല്ല എന്ന രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സോക്ചുനെ കാണുമ്പോഴത്തേക്കും സോക്ചുന്റെ മുമ്പിൽ നിൽക്കുവാനായിട്ടുള്ള ഒരു ധൈര്യം ഒന്നും തന്നെ സണുവിന്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല. ആകെ നെർവസ് ആയിട്ടായിരുന്നു അച്ഛനും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സോക്ചുവിന്റെ അമ്മയും സണുവിനെ കാണുവാനായിട്ട് അവൻ വർക്ക് ചെയ്യുന്ന പാർട്ട് ടൈം ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ സണുവിന് ശരിക്കും സ്കൂളിൽ പോകാനായിട്ട് ഒന്നും തന്നെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പകരമായിട്ട് ഇതുപോലെ പാർട്ട് ടൈം ജോബ് ചെയ്ത് പണം ഉണ്ടാക്കുവാനായിട്ട് മാത്രമായിരുന്നു സണു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മയും പണമൊക്കെ കൊടുത്തിട്ട് സണുവിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ ആ ഒരു പണം ഒന്നും തന്നെ തനിക്ക് വേണ്ട എന്ന രീതിക്ക് സണു പറയുമ്പോഴത്തേക്കും നീ ഇപ്പോഴും കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഹൈസ്കൂൾ വരെയെങ്കിലും നീ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്ത് നല്ലൊരു സ്കൂളിലൊക്കെ വിട്ട് നിന്നെ പഠിപ്പിക്കാമെന്ന രീതിക്ക് അമ്മയും സംസാരിക്കുന്നു.
എന്തായാലും പിന്നീട് സണു പഠിക്കുവാനായിട്ട് പോയ അതേ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു ജയുണും സോക്ചുവും ഉണ്ടായിരുന്നത്. ആ ക്ലാസ്സിന്റെ പ്രസിഡന്റ് ജയുൺ ആയിരുന്നു. മാത്രമല്ല എല്ലാ ക്ലാസ്സിലും കറക്റ്റായിട്ട് വന്ന് ഉറങ്ങുന്ന സണുവിനെ അവളും ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്ത് സോക്ചുവും സൺവുനോട് എണീറ്റ് പാർട്ട് ടൈം വർക്കിനൊക്കെ പോകുവാനുള്ള നേരമായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെയും എണീപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ജയോണും സോക്ചുവും തമ്മിൽ ചെറിയ രീതിക്കൊക്കെ അടികൂടി നിൽക്കുന്ന രീതിക്കൊക്കെയാണ് കാണിക്കുന്നത്. അതായത് അവർ അത്രയ്ക്ക് ക്ലോസ് ഫ്രണ്ട്സ് ഒന്നുമല്ല, എങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്കുണ്ടാക്കും. സൺവു ലീയുടെ റെസ്റ്റോറന്റിൽ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലീക്ക് സൺവുവിന് വലിയ കാര്യമാണ്. അവന്റെ ബർത്ത്ഡേക്ക് ലീ കേക്ക് പോലും കൊടുക്കുന്നു. ഇപ്പോൾ സൺവുവും അവളുടെ ഒപ്പം റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവൾ ബിയർ കുടിക്കുന്ന സമയത്ത് അവനാകട്ടെ അവിടുത്തെ വർക്കൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നു. സൺവു സ്കൂളിലൊന്നും കൃത്യമായി വരാത്തത് കൊണ്ട് തന്നെ സൺവുവിന്റെ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം സൺവുവിന് ഫില്ല് ചെയ്യുവാനായിട്ടുള്ള ഒരു ഫോം കൂടി ജയുവിന്റെ അടുത്ത് കൊടുത്തു വിടുകയാണ് ടീച്ചറും. ജയണും ആ ഒരു അഡ്രസ് ഒക്കെ തപ്പി നേരത്തെ തന്നെ വീടിന് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് രാത്രി ആയതിനു ശേഷമായിരുന്നു സൺവുവും നൂറയും കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവരെ കാണുന്ന സമയത്ത് അവളും ഈ ഒരു ഫോം ഫില്ല് ചെയ്യിക്കുവാനായിട്ടായിരുന്നു താൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്നും താനാണ് ക്ലാസ്സിലെ പ്രസിഡന്റ് എന്ന് നൂറീനെയും സൺവുവിനെയും അവളായിട്ട് തന്നെ അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവനും അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കുവാനായിട്ടും ഉണ്ടാക്കി കൊടുക്കുന്നു. അവളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബുക്കൊക്കെ വായിച്ചു കൊടുത്ത് നൂറിനെ ഉറക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു ബുക്ക് തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ ആ ബുക്ക് അവൻ തന്നെയാണ് എഴുതിയതെന്ന കാര്യം അവനും തുറന്നു പറയുന്നത്. അത് ഇതുവരെയായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല. തനിക്ക് പണത്തിന് കുറച്ച് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതുപോലൊരു ബുക്ക് എഴുതാമെന്ന തീരുമാനത്തിലേക്ക് താൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് സണു പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും, എന്നാൽ ഇനി ഈ ബുക്കിന്റെ ബാക്കി ഞാൻ വായിക്കുന്നില്ല. നീയായിട്ട് തന്നെ ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഞാനും പണം കൊടുത്തത് മേടിക്കുന്നതായിരിക്കുമെന്ന് അവളും അറിയിക്കുന്നു. ഇപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോം അവനും എടുത്തു നോക്കുകയാണ്. അതില് ആരാകണമെന്നാണ് ആഗ്രഹമെന്ന രീതിക്കൊക്കെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടിയായിട്ട് അവനും ഒരു ആക്ടറിന്റെ പേരാണ് എഴുതുന്നത്. അതായത് ആ ഒരു ആക്ടറിനെ പോലെ ആകണമെന്നായിരുന്നു അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ വലുതാകുമ്പോഴത്തേക്കും റിച്ച് ആകണം, സൂപ്പർ റിച്ച് ആകണം, അല്ലെങ്കിൽ ഒരു ടൈക്കോൺ ആകണം എന്ന രീതിക്കുള്ള ആഗ്രഹങ്ങൾ കൂടി അവനും അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അവനെ പണ്ട് സിനിമയിലൊക്കെ കണ്ടതായിട്ട് താൻ ഓർക്കുന്നുണ്ട് എന്ന രീതിക്ക് അവൾ പറയുമ്പോഴത്തേക്കും, പണ്ട് ഞാൻ ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് നിർത്തേണ്ടതായിട്ട് വന്നു. എങ്കിൽ പോലും ഞാൻ വലുതാകുമ്പോഴത്തേക്കും ഒരു ആക്ടർ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ തന്നെ തുറന്നും പറയുന്നു. പിന്നെ അവനും ഒരുപാട് പാർട്ട് ടൈം ജോബ്സിനൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഉറക്കമായിരിക്കും അവൻ പതിവായിട്ട് ചെയ്യുക. പക്ഷെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നതിനേക്കാളും നേഴ്സ് റൂമിൽ പോയി ഉറങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നുള്ള ഒരു ഐഡിയ അവളും അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന അവനും അവന്റെ പ്രശ്നങ്ങളൊക്കെ കേട്ടതിന് ശേഷം അവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് ഒരു ഫ്രണ്ടിനെ കൂടി കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവനും ഉണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ലീ മാത്രമായിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ കേട്ട് ഇതുപോലെ പെരുമാറിയിട്ടുണ്ടായിരുന്നതെന്ന് അവൻ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ലീനെയും കാണിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ലീക്ക് ഇതുവരെയായിട്ട് മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടില്ല.